ഈശ്വരൻ നിശ്ചയിക്കുന്ന മുഹൂർത്തം, അതാണ് ശുഭമുഹൂർത്തം. കേട്ടിട്ടുണ്ടോ? അതിൽ ചെറിയൊരു സെൻറ്റൻസ് ആണെങ്കിൽ പോലും അതിൽ വലിയൊരു ആശയമുണ്ട്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ? അതൊരു സിനിമയിലെ ഡയലോഗ് പോലെ ചേർത്ത് പറയുന്നവരുണ്ട് അല്ലേ? എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ, വിജയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കറക്റ്റ് കാര്യമാണ് അത്. ആ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്ന ആ സമയമാണ് ദൈവം നൽകുന്ന ആ സമയം, ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കാനായിട്ട് ഓരോ സമയവും കരുതിയിട്ടുണ്ട് അല്ലേ? നമ്മൾ മനുഷ്യർ എത്ര കണ്ട് ഒരു സമയത്തിനൊരു മാറ്റം വരുത്താൻ ശ്രമിച്ചാലും ചില സമയത്ത് നടക്കുകയില്ല ഇല്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. അത് ഒരു എന്താ പറയുക, ഒരു അത്ഭുതം പോലെ ചില സമയത്ത് തോന്നും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ പോകും. നമ്മൾ ചിലപ്പം വെറുതെ വീട്ടിലിരിക്കുകയായിരിക്കും, പക്ഷേ സംഭവിക്കാനുള്ള ആ നല്ല കാര്യം നമ്മളെ തേടി വീട്ടിലേക്ക് വരും അല്ലേ? അപ്പോൾ അതാണ് ആ ദൈവം കൽപ്പിക്കുന്ന നല്ല ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. ചിലർ കണ്ടില്ലേ, ഉദാഹരണം പറയുകയാണെങ്കിൽ വിവാഹം ഭയങ്കരമായിട്ട് ആലോചന നടന്നുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് എന്താ കുഴഞ്ഞ്, ഇനി എനിക്ക് വയ്യ, ഇനി ഞാൻ പെണ്ണ് കാണാൻ പോവില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ എന്തു ചെയ്യും? ആ സമയമാകുമ്പോഴത്തേക്കും എവിടുന്നെങ്കിലും തിരക്കി പിടിച്ചിങ്ങനെ വരും ആൾ. അപ്പോൾ ഇങ്ങനെ പറയാം, എന്തിനു വേണ്ടി ആലോചന ഏതൊക്കെ നാട്ടിൽ നിന്ന് നോക്കി. പക്ഷേ ചിലപ്പോൾ എന്താണ്, തൊട്ടടുത്തോളൊന്നും ആയിരിക്കും ഒരു ആലോചന. ഇത്രയും കീഴിലൊരു പെൺകുട്ടി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഇത്രയും അടുത്ത് ഒരു ആൺകുട്ടി ഉണ്ടായിട്ട്, ഇത്രയും ലോകം മുഴുവൻ നടന്നല്ലോ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ ആളുകൾ പറയും. അപ്പോൾ എന്താണ്, എൻ്റെ അടുത്ത് എന്തെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും, എല്ലാത്തിനും സമയമുണ്ട്. ആ സമയമാകുന്നിടം വരെ നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും, നമ്മൾ കുറേ കഷ്ടപ്പെടും ഇല്ലേ? പക്ഷേ സമയമാകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ. അപ്പോൾ ഇന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് 500 സബ്ബായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താണ്, അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനൊരു ഇത് കൊടുത്തു. കേൾക്കുന്നവർ കേൾക്കട്ടെ, സമയമുള്ളവർ കേൾക്കട്ടെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ട് ഇത്ര നാളും പറഞ്ഞില്ല എന്നുള്ളത് ഒരു ഇതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കെന്തെങ്കിലും നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു കഴിവിൽ നിന്ന് എനിക്ക് കുറച്ച് നേടാൻ പറ്റി എന്നുള്ളത് അതെനിക്കൊരു വലിയ കാര്യം. കാരണം എൻ്റെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. ജസ്റ്റ് 1 സെക്കൻഡ് 2 സെക്കൻഡ് എന്തും ആയിക്കൊള്ളട്ടെ കാണുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കതിനുള്ള ഒരു ഇതുണ്ട്, ആപ്പുണ്ട്. അതുവഴി നമുക്ക് എത്ര പേര് കണ്ടു എന്നൊക്കെ എല്ലാം വിശദമായിട്ട് നമുക്ക് അൽഗോരിതം ഉണ്ട്, അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതൽ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരങ്ങ് ഇഷ്ടം പോലാണ് കാണുന്നത്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ കുറച്ച് പേരാണ്. അപ്പം ഞാൻ അത്രയുമൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കൂടിയായിരുന്നു എൻ്റെ ഈ ചാനലിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇപ്പം 4 മാസം എന്നുള്ളത്, ഈ 4 മാസത്തിൽ ഒരാഴ്ചയോളം ഞാൻ ചാനൽ ഓൺ ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതെ ഇരുന്നു. പിന്നെ ഇടയ്ക്ക് കുറേ ദിവസം എനിക്ക് നെറ്റിൻ്റെ കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് ഒരാഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫോൺ കംപ്ലയിൻറ്റ് വന്നു, പിന്നെ ഫോൺ മൊത്തത്തിൽ പോയി, പിന്നെ പുതിയ ഫോൺ വാങ്ങിക്കാനുള്ള താമസം വന്നു. അങ്ങനെ കുറേ നാളുകൾ, എനിക്ക് തോന്നുന്നു 1 മാസത്തോളം ഈ ഫോണിൻ്റെ ഈ കംപ്ലയിൻറ്റും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യൂസൊക്കെ ഒരുപാട് ഇങ്ങനെ കുറഞ്ഞു വന്നു. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഞാനത് വേണ്ട എന്ന് വയ്ക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കാരണം പലപ്പോഴും ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടൊക്കെ ആണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ കാര്യം നോക്കി അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെ അതൊക്കെ എനിക്കൊരു ചാലഞ്ചായിട്ട് ഞാൻ എടുക്കാനാണ് താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് വെറും 0 ആയി നിൽക്കുന്ന എന്നെ ആരും കാണണ്ട എന്ന് എനിക്ക് നല്ല ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ 0-ൽ നിന്ന് 500-ലേക്ക് എത്തിയതിന് ശേഷം മാത്രം മതി എന്നുള്ളത്. എനിക്ക് അതിനപ്പുറത്തേക്കുണ്ടായിരുന്നു 1000 അങ്ങനെ തികയ്ക്കണമെന്നുള്ളത്. പിന്നെ 1000
മണിക്കൂർ എന്നുള്ളത്. അപ്പോൾ 1000 മണിക്കൂറും കഴിഞ്ഞ് 500 സബും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിനൊരു ചെറിയൊരു ആശ്വാസം കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ കൂട്ടുകാരെ. പിന്നെ നമ്മുടെ സ്വന്തം ചേട്ടന്മാരും ചേച്ചിമാരും അല്ലേ, അനിയന്മാരും അനിയത്തിമാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും എൻ്റെ ഒപ്പം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹവും എനിക്ക് തന്ന സഹായവും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് ഉള്ളിൽ വയ്ക്കാനുള്ളത് മാത്രമല്ല, പുറമേ കാണിക്കേണ്ടത് കൂടിയാണ്. അങ്ങനെ സ്നേഹം പുറമേ കാണിക്കണം. പിന്നെ ഈശ്വരന് ഇഷ്ടമുള്ള ഒരു സമയമുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോന്ന് നൽകാനുള്ള. അതാണ് നമ്മുടെ ജീവിതത്തിലെ ശുഭമായിട്ടുള്ള മുഹൂർത്തം. നമ്മുടെ ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് വിവാഹത്തിന് താലി കെട്ടുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എത്ര നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം ഒരു ശുഭമായിട്ടുള്ള മുഹൂർത്തത്തിലാണ്. കുഞ്ഞ് ജനിക്കുന്നത് ഉൾപ്പെടെ അല്ലേ, എല്ലാം ശുഭമുഹൂർത്തത്തിലാണ്. പിന്നെ നമുക്ക് വിഷമങ്ങളും ഉണ്ടാകും. ആ വിഷമങ്ങൾ മാറുന്നതിനൊരു സമയമുണ്ട്. അതൊരു നല്ല മുഹൂർത്തം തന്നെയാവട്ടെ. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ ഈശ്വരൻ നൽകിയിരിക്കുന്ന ആ ശുഭമായ മുഹൂർത്തം എപ്പോഴാണോ അതിനായിട്ട് നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു സുഖവും പുറകേ വരുന്നുണ്ട്. നമ്മുടെ ദുഃഖം നമുക്ക് പെട്ടെന്ന് നമ്മളെ ബാധിക്കും. പക്ഷെ നമുക്ക് ആ ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള സുഖം നമ്മുടെ ജീവിതത്തിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവുമുണ്ട്. അത് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. മനുഷ്യരല്ലേ, എല്ലാം അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ. ഓരോ പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറി നിൽക്കുകയാണ്, ഓരോ സ്റ്റെപ്പ് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം കരുതുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.